വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ വേണ്ടി ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 10 മണിക്കത്തേക്കോ കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. സ്ക്രീൻ മണ്ണിലാണ്ടോ നമുക്ക് കള്ളും കഞ്ചാവും കൊട്ടേഷനും ഉടായ്പൊക്കെ ആയിട്ട് നടക്കുന്ന കൊച്ചിക്കാരെയാണ് നിങ്ങൾ കൂടുതലും സിനിമയിലൂടെ കണ്ടിട്ടുണ്ടാവുന്നത്. അതിന് പുറമെ ഇങ്ങനെയും ചില കൊച്ചിക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് സിനിമയിലൂടെ കാണിച്ചു തന്നതിന് ചിദംബരം എന്നുള്ള മച്ചാനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. ആസ് എ കൊച്ചിക്കാരൻ ചെറുപ്പം തൊട്ട് ഇന്ന് വരെ ധാരാളം ഇതുപോലുള്ള കൂട്ടുകാർ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ചങ്ക് പെടഞ്ഞ് അങ്ങനത്തെ ഒരു പടം വരുന്നത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വേറെ ലെവല് ഫീലിംഗ് ഉള്ള പടം, വേറെ ലെവൽ മേക്കിങ്, സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫി, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്, സൗണ്ട് ഡിസൈൻ ആരാ ചെയ്തേക്കണമെന്ന് എനിക്കറിയത്തില്ല. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. റോണക് സേവിയർ. മേക്കപ്പിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്, ആർട്ട് വർക്കിന് പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. എന്താണ് ചെയ്തു ചിദംബരം മച്ച എന്ത് പടോടോ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. ടെൻഷൻ അടിച്ച് മനുഷ്യനൊരു വിദ്വോയി പടം കണ്ട് അവസാനം എന്താണ് എന്നുള്ള അറിയാനായിട്ടുള്ള ഒരു വെമ്പലായിരുന്നു. ഞാൻ അങ്ങനെ പേപ്പർ വായിക്കാത്ത ഒരാളാണ്, ന്യൂസ് അങ്ങനെ കാണാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണെന്നറിയാം, സംഭവം എന്താണെന്ന് അറിയായിരുന്നു. പക്ഷേ എന്ത് പറ്റി, എന്തായിരുന്നു അതിൻ്റെ ഔട്ട്കം, അല്ലെങ്കിൽ എന്തായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഈ കണ്ട മലയാളി പ്രേക്ഷകരെ വേൾഡ് സിനിമയിലേക്കും ഈ സിനിമ എത്തും. എല്ലാവരും കാണിച്ചു തന്നതിന്, അതിൻ്റെ ട്രൂത്ത് കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദി. ഇതുപോലുള്ള സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ നിർമ്മിക്കേണ്ടത്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ അറിയേണ്ടത്. മലയാള സിനിമ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് പടമായി ഈ സിനിമ അറിയപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. ഇത് ജസ്റ്റ് ഒരു സർവൈവൽ പടം മാത്രമല്ല, ഇതിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ കട്ട ചങ്ക് ഫ്രണ്ട്സ് ഉള്ളവർക്ക് മനസ്സിലാവും. എനിക്കത് മനസ്സിലാവും. അത്ര കിടിലം പടമാണ് കഴിച്ചത്, അത്ര കിടിലം പടം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പടം എനിക്ക് രണ്ടാമത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്നെ ഈ സിനിമ വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ച് കുലുക്കി. ഇതിനു മുന്നേ ഇതുപോലെ ഞാനൊരു സിനിമ കണ്ട് കുലുങ്ങിയത് ഇമയു കണ്ടപ്പോഴായിരുന്നു, 777 ചാർലി കണ്ടപ്പോഴായിരുന്നു. 777 ചാർലി കണ്ട് കുലുങ്ങാൻ കാരണം ഞാൻ ഒരു പെറ്റ് ലവറായതുകൊണ്ട്, ഒരു പട്ടി സ്നേഹിയായതുകൊണ്ട്. ഇമയു കണ്ടത് ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ട് ഞാൻ കുലുങ്ങിയത് എനിക്ക് അത്രയും കിടില ഇതുപോലെയുള്ള ചങ്ക് കൂട്ടുകാരുള്ളതുകൊണ്ട്. എൻ്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിലും അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. അതെനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇതായത്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ഗുണ കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയവരാണെങ്കിൽ നിങ്ങൾക്ക് പറയണ്ട. എനിക്ക് ഇലവിഴ പൂഞ്ചിറ കണ്ടപ്പോഴേക്കും ഇലവിഴ പൂഞ്ചിറ പോയ ഒരാളായതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ കാര്യം. ഇതൊരു എക്സ്പീരിയൻസ് ആണ്, ഇതൊരു കിടിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അതിന് പുറമെ ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് നൽകുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സൂപ്പറാണ്, അത്രയും സൂപ്പർ. എന്ന് വെച്ചാൽ സിനിമ തുടങ്ങുന്നത് ഒരു ഭയങ്കര ഹാപ്പി നോട്ടും, പിന്നെ ഒരു പർട്ടിക്കുലർ സീൻ വരുമ്പോൾ കിള്ളിക്കൂട് പറഞ്ഞു പോകും നമ്മൾ അവിടെ തൊട്ട് ടെൻഷൻ അടിച്ച് അവസാനം വരെ നമുക്കിങ്ങനെ വേറൊരു സീനിലാണ് പോണത്. പക്ഷെ ഇത് റിയാലിറ്റിയാണ്, ശരിക്കും സംഭവിച്ച കാര്യമാണ്. സിനിമ തീരുമ്പോഴേക്കും ഇതിൽ ശരിക്കുമുള്ള ആൾക്കാരെ കാണിക്കും. എനിക്ക് അവരുടെ ഒരു സിറ്റുവേഷൻ ഞാൻ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. ശരിക്കും പറഞ്ഞാൽ സല്യൂട്ടാണ് കൊടുക്കേണ്ടത്. തെറ്റാർക്കും പറ്റും, പക്ഷേ കറക്റ്റ് കൂട്ടുകാർ കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ ജീവൻ പണയം വെച്ചും അവർ നമ്മളെ രക്ഷിക്കും. അങ്ങനത്തെ ഒരു സാധനം. ഞാൻ വേറൊന്നും പറയാനുള്ള, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാർ സിനിമ കണ്ടതിന് ശേഷം മാത്രം അത് റിവീൽ ചെയ്യുക. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർ ഒന്നും അറിയാതെ തന്നെ പോയി പടം കാണാൻ നോക്കുക. അത് കഴിയുമ്പോൾ ഈ സിനിമ കഴിയുമ്പോഴേക്കും നിങ്ങൾ അറിയേണ്ടവരെല്ലാം അറിഞ്ഞിരിക്കും, അറിയേണ്ട കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കും. അത്രയും വെൽ പോർട്രേഡ് ആയിട്ടുള്ളൊരു കലക്കൻ സിനിമയും കൂടിയാണത്. അത്ര എന്ന് വെച്ചാൽ സിനിമ എന്നുള്ള മീഡിയത്തിനെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തതായിട്ട് തോന്നിയ ഒരു സിനിമയാണിത്.
ഇതിൽ തെറ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, ആ സിറ്റുവേഷനിൽ പതറാതെ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവണം ഒരു ശരിക്കും ഉള്ള റിയൽ ആയിട്ടുള്ള കൂട്ടുകാർ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ സിനിമക്ക് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ രീതിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ ഒരു അതോറിറ്റി ബിഹേവ് ചെയ്യണം, എങ്ങനെ പോലീസുകാർ ചെയ്യണം, എങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട്. പക്ഷെ ആ ഫ്ലോസ് തിരുത്തി ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്ക് എങ്ങനെ യൂണിറ്റിയിൽ പല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരുപാടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം മൂവീസ് ഹാവ് എവർ വാച്ച്ഡ് എന്ന് തന്നെ ഞാൻ പറയും. അത്ര എനിക്ക് ഇഷ്ടമായി. റീസെൻ്റ്ലി ബ്രഹ്മയുഗം വന്നപ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് മലയാളികൾക്കൊരു തുമ്പാട് കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു എൻ്റെ ഉള്ളിൽ പോലും. ഇനി ഞാനത് അവിടെ ആ വീഡിയോയിൽ പറയാൻ കാരണം വെച്ചാൽ റിവീൽ ആവരുതെന്ന് വെച്ചിട്ടാണ് പല കാര്യങ്ങളും. അതേപോലെ തന്നെ ഈ സിനിമ എൻ്റെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു മികച്ച സർവൈവൽ പടം ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി കിട്ടി എന്നുള്ളതാണ് മലയാളത്തിന്. ചിദംബരം ഒരു രക്ഷയില്ലാത്ത പടമാണ്, ഒരു രക്ഷയില്ലാത്ത പടം. ഇഫ് യു എവർ വാച്ച് ദിസ് വീഡിയോ, താങ്ക് യു സോ മച്ച് മച്ചാനെ, താങ്ക് യു സോ മച്ച്. അത്രക്ക് ഇടില്ലേ. പിന്നെ സൗബിൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, സൗബിൻ, ബാലു വർഗീസ്, ജീൻ പോള്, പിന്നെ ബാസി, ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ മൂവി. എൻ്റെ പൊന്നു മച്ചാനെ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് അലമ്പോ എന്ത് കുന്തം വേണമെങ്കിൽ കാണിച്ചോ, പക്ഷെ കഴിവുള്ളവൻ എന്ത് കാരണവശാലും ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കും. കാരണം ഈ ഇൻഡസ്ട്രിയിൽ കഴിവാണ് പ്രൈം തിങ്. ദ കഴിവ് ടു ആക്ട്, അല്ലെങ്കിൽ കഴിവിൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ മൂവി ഇൻഡസ്ട്രി. നിങ്ങൾക്ക് മച്ചാനെ ഒടുക്കത്തെ കഴിവ്. വേറെ ലെവല് പെർഫോമൻസ് ആയിരുന്നു. ബാലൂടെ ആയിക്കോട്ടെ, എല്ലാവരും. ജീനൊക്കെ വെറുതെ കിടിലം. വേറെ കുറേ ആളുകളുണ്ട്, എനിക്ക് അവരുടെ പേരുകളൊന്നും അറിയില്ല. നമ്മളെ കഠിനകടപരമി അണ്ടകടത്തിലെ മച്ചാനുണ്ട്, ഗണപതിയൊക്കെ സൂപ്പർ. എല്ലാവരും ഒന്നിനൊന്ന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ദീപക് ഞാൻ പേഴ്സണലി ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മച്ചാനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഒരു കണ്ടോണ്ട് അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇന്നേ ഒരു സിനിമയിലും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്ന്. പുള്ളി അതേ ട്രാക്കിൽ തന്നെയാണ്. ഗംഭീര പെർഫോമൻസ്. എല്ലാവരും ഈവൻ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ഇതൊരു പെർട്ടിക്കുലർ കാലഘട്ടം കാണിക്കണം, ആ കാലഘട്ടം കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു ഗംഭീര സിനിമ അനുഭവം. ഗുണ കേവ്സ് അത് ചുമ്മാ ചെയ്തേക്കണല്ല, ഞാൻ പറയില്ല, ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. അത് അത്ര ഭംഗിയായിട്ട് ഷൈജുകാർ ഇത് ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഞാൻ ഒരു പെർട്ടിക്കുലർ സീൻ നിങ്ങളുടെ ചങ്ക് പടയും, അങ്ങനത്തെ രീതിയിലൊരു സാധനമുണ്ട്. ആ സീൻ വന്നു കഴിയുമ്പോഴേക്കും സിനിമയുടെ മൂഡ് ഇങ്ങനെയാണ് മാറുന്നത്. അത് ഭയങ്കര. അത് ലാസ്റ്റ് ആയപ്പോഴേക്കും എനിക്ക് വൈഫൊക്കെ ഇങ്ങനെ ആദ്യം പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു പടമുണ്ട്, അങ്ങനത്തെ ഒരു പടമാണ്. അത് എടുത്ത് വെച്ചിരിക്കുന്ന അമ്മ രീതിയില്ല. ഇതിലെ ഫീലിങ്സ് നമ്മളങ്ങോട്ട് വന്ന് നെഞ്ചത്തിട്ട് അടിക്കും. അങ്ങനത്തെ ഒരു പടം, ഒരു രക്ഷയില്ലാത്ത പടം. ഞാൻ വീണ്ടും പറഞ്ഞ, ഐ റിപ്പീറ്റ്, ദിസ് വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മൂവീസ് മെയ്ഡ് ഇൻ മലയാളം. അത് ഞാൻ ഉറപ്പായിട്ട് പറയും, എനിക്ക് ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇത് തന്നെ മതിയല്ലേ, ഇനി ഇത്രയും കേട്ടില്ലേ, ഇനി എന്തിനാ പോയി ബുക്ക് ചെയ്യാനായിട്ട് കാണു പടം. കാരണം നിങ്ങൾ പടം കാണുക. എൻ്റെ വീഡിയോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ദിസ് മൂവി ഷുഡ് ബി വാച്ച്ഡ് ഇൻ തിയേറ്റേഴ്സ്. പിന്നെ പറവ ഫിലിംസ്, നമ്മുടെ സൗബിൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മച്ചാൻ, ഇങ്ങനൊരു പടം നിങ്ങൾ ചെയ്തതിൽ. കിടിലം. ചിദംബരത്തിനോട് വീണ്ടും പറയാണ്, യുവർ ബെസ്റ്റ് വർക്ക് ടിൽ ഡേറ്റ്. ജാനമൻ ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ഒരാളാണ്. പക്ഷെ അത് ഞാൻ OTTയിൽ കണ്ടുകൊണ്ടാണെന്നുകൊണ്ട് ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാതെ പോയതുകൊണ്ട് എനിക്ക് പടം ആൾക്കാർ തിയേറ്ററിൽ കണ്ട ലെവലിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ രണ്ടാമതൊന്നും കൂടി ആ പടം ഇരുന്ന് കണ്ട്. അതിൻ്റെ കാരണം ബാലു വർഗീസ് ആയിരുന്നു. അമ്മാരിക്കിടലും പെർഫോമൻസ്. പിന്നെ അതുപോലെ അതിനകത്ത് എല്ലാവരും, അതിനകത്ത് ഓരോ തമിഴ്നീസ് ഓരോരുത്തരും എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അർജുൻ ആയിക്കോട്ടെ, ബേസിലെ വേറെ ലെവലിൽ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ എനിക്ക് എടുത്ത് സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് എനിക്ക് ബാലു വർഗീസ് ആയിരുന്നു. ഇതിലും മച്ചൻ തകർത്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഹോൾ മഞ്ഞുമൽ ബോയ്സ് ക്രൂ ആൻഡ് ആ സിനിമയിൽ പങ്കെടുത്ത ഓരോ ലൈറ്റ് ബോയ് ഉൾപ്പെടെ സകല ആൾക്കാരും ഡിസേർവ്ഡ് സ്റ്റാൻഡിങ് അപ്ലോസ്. അത്രയും കിടിലം പടം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. മറ്റുള്ള കാര്യം എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് വേറെ ലെവൽ സിനിമയാണ്. ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന ഒരാൾ, ഫേക്ക് ഫ്രണ്ട്സ് അല്ല, മര്യാദക്കുള്ള ഫ്രണ്ട്സ്.
മര്യാദക്കുള്ള ഫ്രണ്ട്സിനെ വാല്യൂ എന്നുള്ള ഒരാളെന്ന സ്ഥിതിക്ക് ദിസ് വാസ് എ ബ്രില്യൻറ്റ് മൂവി ഫോർ മീ. ടച്ച്ഡ് മൈ ഹാർട്ട് ആൻഡ് സോൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പടം കണ്ടു നോക്ക്, പടം കാണും, പടം തിയേറ്ററിൽ പോയി തന്നെ അത് കാണണം. പിന്നെ ഈ 2023 ഈ തുടക്കം ഇസ് എ ഗിഫ്റ്റ് ആൻഡ് എ ബൂൺ ഫോർ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അത്ര കിടിലം പടങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണം, നിരയായിട്ട്. സന്തോഷമുണ്ട്, വാട്ട സന്തോഷമുണ്ട് ആസ് എ ഫിലിം ബഫ്. ഇപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. പോയി പടം കാണണ്ടേ, അത്രേ ഉള്ളൂ. വേറെ വീഡിയോ കാണാം, വേറെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായമായിട്ടേക്കാം. ബൈ ബൈ.